ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കുന്നത് നീർദോശയാണ് കേട്ടോ. അതിന് വേണ്ടത് ആവശ്യത്തിനുള്ള പൊടി എടുക്കുക. ഇത് മിക്സ് ചെയ്യാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ച് ലൂസായിട്ടാണ് മാവ് വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. എന്നിട്ടൊരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ദോശക്കല്ല് ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് മാവിലേക്കിടാം. ദോശക്കല്ല് ചൂടായി വരുമ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എണ്ണ പുരട്ടാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ചകിരി കൊണ്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ. എന്നിട്ട് നല്ല തിന്നായിട്ട് വേണം മാവ് ഒഴിക്കാൻ, എന്നാലേ നല്ല സോഫ്റ്റ് ദോശ കിട്ടുകയുള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് മൂടി വെക്കാം. 1 മിനിറ്റൊക്കെ മതിയാവും. എന്നിട്ടൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതേ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ദോശ ഇവിടെ റെഡിയായി. പിന്നെ ഓരോ ദോശ ചുടുമ്പോഴും ഒരു ദോശ ഇട്ട് എടുക്കുമ്പോൾ ഇനി അടുത്ത ദോശ പാരണമെങ്കിൽ ഒന്നുകൂടെ ബ്രഷ് ഇട്ട് എണ്ണ പുരട്ടണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി കറി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ദോശയ്ക്ക് ഏത് കറിയും രസമുണ്ടാവും കേട്ടോ. ഇനി ഒരു മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ട് ചെറുതായി അരിയുക. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങാണ് കേട്ടോ. ഇതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. പിന്നെ ചെറിയ ഒരു പച്ചമുളക് ഇടാവുന്നതാണ്. എനിക്കധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ പച്ചമുളക് ഇട്ടിട്ടുള്ളത്. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാം സെറ്റാവും. പിന്നെ നമ്മൾക്കിത് വറവിടണം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടിപ്പൊരിയാനായിട്ട് വെയിറ്റ് ചെയ്യുക. 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഈ കറി നല്ല ടേസ്റ്റുണ്ട്. ദോശയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. മാറ്റി വെച്ച കറി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല കോംബോയാണിത്. ഓക്കെ, ബൈ ബൈ.